സി ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് ആൻസർ നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഹൗ മെനി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആർ ദർ വിച്ച് ആർ ഡിവിസിബിൾ ബൈ 3? What is our answer? There are infinitely many actually, right? What are the multiples of 3? 3, 6, 9, 12. ഈ ലിസ്റ്റ് അവസാനിക്കുന്നില്ല അല്ലേ? ഇതൊരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണ്. സോ ദ answer to the question is there are infinitely many positive integers are there which are divisible by 3. Okay. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. There is a slight difference in the second question. How many positive integers are there which are divisible by 3 and are less than or equal to 25? 25 വരെ എത്ര പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? ഈ 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എത്ര ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് നോക്കാം. നമുക്കത് ലിസ്റ്റ് ചെയ്യാം. 3 ഉണ്ട്, 6, 9, 12, 15, 18, 21, 24. ഓക്കെ. അടുത്ത 3യുടെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇൻറ്റിജർ എന്ന് പറയുന്നത് 27 ആണ്. പക്ഷേ 27 നമുക്ക് ഈ ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ല. കാരണം നമ്മുടെ കണ്ടീഷൻ പ്രകാരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനിൽ എത്ര ആൾക്കാരുണ്ട് ഡിവിസിബിൾ ബൈ 3 ആയിട്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതുവരെ വരുള്ളൂ അല്ലേ? അപ്പോൾ എത്ര എണ്ണമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. സോ ദർ ആർ 8 ഇൻറ്റിജേഴ്സ്. സോ ദിസ് ഇസ് ദി ആൻസർ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻഫിനിറ്റ്ലി മെനി എന്നാണ്, കാരണം അവിടെ വേറെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ രണ്ടാമത്തെ ഒരു ബൗണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻറ്റിജർ വരെ എത്ര ആളുകൾ ഡിവിസിബിൾ ബൈ 3 ആയിട്ടുണ്ട്, എത്ര ഇൻറ്റിജേഴ്സ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഡിവിസിബിൾ ബൈ 3 ആയിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോൾ നമുക്കതിന് ആൻസർ പറയാൻ പറ്റി. ഇവിടെ വീണ്ടും ഈ പോസിറ്റീവ് എന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ വീണ്ടും നമ്മുടെ ആൻസർ ഇൻഫിനിറ്റ് എന്ന് പറയേണ്ടി വരുമായിരുന്നു. കാരണം നെഗറ്റീവ് പാർട്ടിലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ആർ ദർ വിച്ച് ആർ ഡിവിസിബിൾ ബൈ 3. ഓക്കെ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ കൗണ്ട് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഈ ആൻസറായിട്ട് കിട്ടിയിട്ടുള്ള ഈ 8 എന്ന് പറയുന്ന ഈ ആൻസറിനെ നമുക്ക് ഇവിടെയുള്ള ഇൻറ്റിജേഴ്സായിട്ട് കണക്ട് ചെയ്യാം. 25, 3 ഈ രണ്ട് ഇൻറ്റിജേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. നോക്കൂ, 25/3 നമ്മൾ ചെയ്യുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 25/3 ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 8.33 ഇങ്ങനെ പോകും അല്ലേ? ഇതാണ് വരുന്നത്. ഈ ഡെസിമൽ അവസാനിക്കുന്നില്ല, റെക്കർ ചെയ്തുകൊണ്ടിരിക്കും. 8.3333 അങ്ങനെയാണ് വരിക, റൈറ്റ്. അപ്പോൾ ഇതിലെ ഈ ഇൻറ്റിജർ പാർട്ടാണ് ആക്ച്വലി നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടിയിരിക്കുന്നത്, 8 എന്ന് പറയുന്ന പാർട്ട്. അതിന് നമ്മൾ ഈ 25/3യുടെ ഫ്ലോർ വാല്യൂ എന്നാണ് പറയുക. 25/3യുടെ ഫ്ലോർ വാല്യൂ അതിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് ഫ്ലോർ ഓഫ് 25/3. ഫ്ലോർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. ഏതൊരു റിയൽ നമ്പറിനെ നമുക്ക് ഫ്ലോർ വാല്യൂ കൊടുക്കാം. ഫ്ലോർ വാല്യൂസ് ഫോർ എ റിയൽ നമ്പർ ഫോർ x in R, we denote this one called as floor of, okay, floor of x. It is an integer value, okay. This denotes it is the largest integer, okay, largest integer less than or equal to x or not exceeding x. എക്സിനെ വിട്ട് കിടക്കാത്ത ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റിജറാണ് ഈ നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ ഫ്ലോർ വാല്യൂ എന്ന് പറയും. ചിലപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്നൊക്കെ പേരിട്ട് വിളിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അവിടെ പക്ഷേ നൊട്ടേഷൻ ചിലപ്പോൾ നിങ്ങൾ ഇതായിരിക്കും പരിചയപ്പെട്ടിട്ടുണ്ടാവുക, ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ പെടുത്തിയിട്ടുള്ള നൊട്ടേഷനായിരിക്കും പരിചയപ്പെട്ടിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ ഇങ്ങനെയൊരു ബ്രാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഫ്ലോർ വാല്യൂ എന്നുള്ള അർത്ഥം ഇവിടെ തരുന്നുണ്ട്. ഇവിടെ മറ്റൊരു ഇൻറ്റിജറും കൂടെ എക്സിന് നമുക്ക് അസോഷിയേറ്റ് ചെയ്യാം. കാരണം റിയൽ നമ്പറുകളുടെ ഒരു പ്രത്യേകതയാണ്, ആ റിയൽ നമ്പർ ഇൻറ്റിജർ അല്ലാത്ത ഏതൊരു റിയൽ നമ്പറും രണ്ട് സക്സസീവായിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ ഇടയിലായിരിക്കും കിടക്കുക. സോ n-1 n എന്ന് പറയുന്ന ഏതൊരു രണ്ട് സക്സസീവായിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ ഇടയ്ക്കാണ് ഇൻറ്റിജർ അല്ലാത്ത ഏതൊരു റിയൽ നമ്പറും കിടക്കുക. അപ്പോൾ അതിലെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഇൻറ്റിജറാണ് ആക്ച്വലി ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോർ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ തൊട്ടടുത്ത് കിടക്കുന്ന റൈറ്റ് സൈഡിലൊരു ഇൻറ്റിജർ ഉണ്ട്, അതിൻ്റെ സീലിംഗ് വാല്യൂ എന്ന് പറയുക. അതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്. പക്ഷേ ഈ ഫംഗ്ഷൻ ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. ദിസ് ഇസ് നോൺ ആസ്
സീലിംഗ് വാല്യൂ ഓർ സീലിംഗ് ഓഫ് എക്സ്, എക്സിൻ്റെ സീലിംഗ് ഇൻറ്റിജർ. സീലിംഗ് ഇൻറ്റിജർ എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് സൈഡ് കിടക്കുന്നത്. സി ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 0.5 ആണെങ്കിൽ 0.5 നമുക്കറിയാം 0ക്കും 1നും ഇടയ്ക്കാണ് കിടക്കുന്നത്. ഇതിനോട് ക്ലോസ് ആയി കിടക്കുന്ന ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് 0യും 1ഉം ആണ്. അപ്പോൾ 0.5ൻ്റെ ഫ്ലോർ വാല്യൂ എന്ന് പറയുന്നത് 0, സീലിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് പൈ എന്ന് പറയുന്ന റിയൽ നമ്പർ എടുക്കാം. പൈ എന്ന് പറയുന്ന റിയൽ നമ്പറിൻ്റെ ഫ്ലോർ വാല്യൂ എന്താണ് വരിക? പൈ അപ്രോക്സിമേറ്റ്ലി നമുക്കറിയാം 3.14 സംതിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോർ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും. സീലിംഗ് വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ബിക്കോസ് പൈ ലൈസ് ഇൻ ബിറ്റ്വീൻ 3 ആൻഡ് 4. 3ക്കും 4നും ഇടയ്ക്കാണ് അത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലോർ വാല്യൂ 3, സീലിംഗ് വാല്യൂ 4. അപ്പോൾ ഇൻറ്റിജർ അല്ലാത്ത ഏതൊരു റിയൽ നമ്പറിന് നമുക്ക് സീലിംഗ് വാല്യൂയും ഫ്ലോർ വാല്യൂയും പറയാം. ഇനി ഇൻറ്റിജർ ആണെങ്കിലോ, എക്സ് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അതിൻ്റെ ഫ്ലോർ വാല്യൂയും സീലിംഗ് വാല്യൂയും സെയിം ആണ്. അതേ ഇൻറ്റിജർ തന്നെ വരും. സോ സി ഫോർ എക്സാമ്പിൾ 5 എന്ന് പറയുന്നതിൻ്റെ ഫ്ലോർ വാല്യൂ 5 ആണ്, സീലിംഗ് വാല്യൂവും 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ അല്ലാത്ത സമയത്ത് ഇത് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കും. സോ ദിസ് ഇസ് ദ ഐഡിയ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 which are divisible by 3 is nothing but floor value of 25/3. അപ്പോൾ ഈ കൗണ്ട് കിട്ടാൻ എന്ത് ചെയ്താൽ മതിയാകും? 25/3 ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഫ്ലോർ വാല്യൂ കണ്ടാൽ മതി. അത് തന്നെ ആയിരിക്കും ആൻസർ. നമ്മൾ ഇത് ജനറലൈസ് ചെയ്യാൻ പോകുന്നത് ഈ റിസൾട്ട് ഈ 25/3 എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ നമ്പേഴ്സിൻ്റെ മാത്രം കേസല്ല, ഏത് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ നമുക്ക് ഈ ഡിസ്കഷൻ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു റിസൾട്ടായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. So let's see the theorem. Let a and b be any two positive integers. Then the number of positive integers less than or equal to a and divisible by b is floor of a by b, where this symbol denotes the floor value. What is floor value? Please note that floor value is a by b. The floor of a by b is the greatest or the largest integer not exceeding the real number a by b. Okay, not exceeding a by b. This is the idea of the symbol or meaning of the symbol. Okay, how do we prove this? നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്ക് കാണേണ്ടത് എ വരെയുള്ള ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ കെ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഈ രൂപത്തിലുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. സപ്പോസ് ദാറ്റ് there are k integers. Okay, k number of integers less than or equal to a and are divisible by b. Okay, and are divisible by b. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിട്ടുള്ള ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കെ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ദെൻ വി നീഡ് ടു ഷോ ദാറ്റ് we want to show that this k equal to floor of a by b അല്ലേ? ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. k equal to floor of a by b. നമുക്കൊരു കാര്യം ചെയ്യാം, എ വരെയുള്ള ബിയുടെ മൾട്ടിപ്പിൾസ് കെ എണ്ണമുണ്ടെന്ന് അസ്യൂം ചെയ്തു. അത് ആരൊക്കെ ആയിരിക്കും? ദെൻ we have the multiples of b. Okay, multiples of b less than or equal to a. ഓക്കെ, ഏതൊക്കെയാണ് ആ ലിസ്റ്റ് നമുക്ക് എഴുതാം. എവിടെ നിന്ന് തുടങ്ങാം? ബിയിൽ നിന്ന് തുടങ്ങും. ഓക്കെ, ബി, 2b, 3b, അങ്ങനെ ലാസ്റ്റ് വരുന്ന ഇൻറ്റിജർ ഏതായിരിക്കും? കെ എണ്ണമുണ്ടെന്ന് നമ്മളിവിടെ അസ്യൂം ചെയ്തല്ലോ. അപ്പോൾ അവസാനത്തെ ആൾ ആരാണ്? നമ്മുടെ ലിസ്റ്റിലെ കെ ടൈംസ് ബി ആയിരിക്കും. ഓക്കെ, കാരണം നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിട്ട് കെ എണ്ണം ഇൻറ്റിജേഴ്സ് ഉണ്ട് വിച്ച് ആർ ഡിവിസിബിൾ ബൈ ബി ഓർ മൾട്ടിപ്പിൾസ് ഓഫ് ബി. ബിയുടെ മൾട്ടിപ്പിൾസ് എങ്ങനെയാണ്? അതിൻ്റെ രൂപം എങ്ങനെയാണ്? ബി, 2b, 3b, 4b എക്സെട്ര ഈ രൂപത്തിലായിരിക്കുമല്ലോ ബിയുടെ മൾട്ടിപ്പിൾസ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിലെ ലാസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് കെ ബി ആയിരിക്കും. ഓക്കെ, ഈ കെ ബിയുടെ പ്രത്യേകത എന്താണ്? ഈ കെ ബി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. പക്ഷേ നമുക്കറിയാം
ബിയുടെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ വരുന്ന മൾട്ടിപ്പിൾസാണ് ഇത്രയും വരുന്നത്. പക്ഷേ ആക്ച്വലി ബിയുടെ നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്, അത് നമുക്കറിയാം. ഇവിടെ കെ ബിയുടെ പ്രത്യേകത ഈ കെ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. പക്ഷേ കെ ബിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇൻഡിജർ അഥവാ ബിയുടെ മൾട്ടിപ്പിൾ, തൊട്ട് കെ ബി കഴിഞ്ഞ് വരുന്ന ബിയുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ആരാണ്? കെ പ്ലസ് 1 ടൈംസ് ബി ആണ്. ഇത് ഈ ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ല, കാരണം നമ്മുടെ അസംഷൻ പ്രകാരം കെ നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിട്ട് ഡിവിസിബിൾ ബൈ ബി ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ കെ ടൈംസ് ബിയിൽ നമ്മുടെ ഈ സീക്വൻസ് അവസാനിക്കും. കെ പ്ലസ് 1 ടൈംസ് ബി എടുത്താലോ അത് എ വിട്ട് കിടക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ വി ഹാവ്, നമുക്കവിടെ എഴുതാം വേർ ദിസ് കെ ബി മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ, ഓക്കെ, ബൈ അവർ അസംഷൻ. ഓക്കെ, ആൻഡ് കെ പ്ലസ് 1 ടൈംസ് ബി, അതായത് കെ ബി കഴിഞ്ഞ് വരുന്ന ബിയുടെ മൾട്ടിപ്പിൾ അഥവാ കെ പ്ലസ് 1 ടൈംസ് ബി, ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ. This is the case by our choice of k. Okay, this is since it is true, it is the case by our choice of k. Okay, now let's simplify this inequalities. Kb less than or equal to a and k plus 1 times b greater than a. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കെ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയിൽ നമുക്ക് കിട്ടുക കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി എന്ന് കിട്ടും. ആൻഡ് കെ പ്ലസ് 1 ടൈംസ് ബി ഗ്രേറ്റർ ദാൻ എയിൽ നിന്ന് കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ എ ബൈ ബി. അപ്പോൾ കെയോ എ ബൈ ബി മൈനസ് 1. ഓക്കെ, കെ വിൽ ബി ഗ്രേറ്റർ ദാൻ എ ബൈ ബി മൈനസ് 1. സി ദാറ്റ് കെ പ്ലസ് 1 ടൈംസ് ബി ഗ്രേറ്റർ ദാൻ എയിൽ നിന്ന് നമുക്ക് എഴുതാവുന്നത് കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ എ ബൈ ബി എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? കെ ഗ്രേറ്റർ ദാൻ എ ബൈ ബി മൈനസ് 1 എന്ന് എഴുതാമല്ലോ. 1 സബ്ട്രാക്ട് ചെയ്താൽ മതി രണ്ട് ഭാഗത്തിൽ നിന്നും. ഓക്കെ, അപ്പോൾ കെ എന്ന് പറയുന്ന ഇൻറ്റിജർ അതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കെ എന്ന് പറയുന്ന വാല്യൂ ഇതാണെന്ന് കാണിക്കണം. ഇപ്പോൾ നമുക്ക് കെക്ക് ഒരു എസ്റ്റിമേറ്റ് കിട്ടി. ദാറ്റ് കെ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി and that should be greater than a by b minus 1. Okay, now we have k is an integer, k is a positive integer in fact. Okay, k is a positive integer satisfying the conditions that k should be greater than a by b minus 1. a by b minus 1 നേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഒപ്പം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി ആയിരിക്കണം. ഓക്കെ, ഇത് നമുക്കറിയാം. നോക്കൂ, കെ എന്ന് പറയുന്നത് എ ബൈ ബി മൈനസ് 1നും എ ബൈ ബിക്കും ഇടയ്ക്കുള്ള ഒരു ഇൻറ്റിജറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എ ബൈ ബി മൈനസ് 1 എ ബൈ ബി എന്ന് പറയുന്ന ഈ റിയൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? എ ബൈ ബിയുടെ ലെഫ്റ്റ് സൈഡിലാണ് എ ബൈ ബി മൈനസ് 1 ഉണ്ടാവുക അല്ലേ, റൈറ്റ്? ഇതിനിടയ്ക്ക് എത്ര ഗ്യാപ്പ് ഉണ്ട്? 1 യൂണിറ്റ് ഗ്യാപ്പ് ഉണ്ട്. 1 യൂണിറ്റ് ഗ്യാപ്പിന് ഇടയ്ക്ക് കിടക്കുന്ന ആളാണ് ഈ കെ എന്ന് പറയുന്ന ഇൻറ്റിജർ. ഇത് ഇൻറ്റിജറാണ് കെ എന്ന് പറയുന്നത്. ദിസ് ആൻ ഇൻറ്റിജർ, നമ്മൾ തേടുന്ന ഇൻറ്റിജറാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇനി തൊട്ടടുത്ത് കിടക്കുന്ന ഇൻറ്റിജർ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഈ ഇൻ്റർവെലിൻ്റെ പുറത്തായിരിക്കും. കാരണം ഇൻറ്റിജേഴ്സ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണല്ലോ. അപ്പോൾ 1, 2, 3 ഇങ്ങനെയാണല്ലോ ഇൻറ്റിജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അവർക്കിടയിലുള്ള അകലം എത്രയാണ്? 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു ഇൻറ്റിജർ കഴിഞ്ഞ് തൊട്ടടുത്ത ഇൻറ്റിജറിനെ കാണാൻ നമുക്ക് 1 യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ കെയിൽ നിന്ന് തൊട്ടടുത്ത ഇൻറ്റിജർ കാണണമെങ്കിൽ 1 യൂണിറ്റ് സഞ്ചരിച്ചേ പറ്റൂ. 1 യൂണിറ്റ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ബൈ ബിയും വിട്ട് കടന്നേ പറ്റൂ അല്ലേ? കാരണം കെയിൽ നിന്ന് എ ബൈ ബിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1 യൂണിറ്റിൽ താഴെയാണ്. കാരണം എന്താ? എ ബൈ ബി മൈനസ് 1ൽ നിന്ന് എ ബൈ ബി വരെ എത്താൻ 1 യൂണിറ്റ് ഉണ്ട്. ഓക്കെ, 1 യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി തൊട്ടടുത്ത ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ട് എ ബൈ ബി വിട്ടു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ എ ബൈ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ നോട്ട് എക്സീഡിങ് എ ബൈ ബി. ഓക്കെ, ദിസ് ഷോസ് ദാറ്റ് കെ ഈസ് ദി ലാർജസ്റ്റ് ഇൻറ്റിജർ, കെ ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റിജർ not exceeding a by b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൊട്ടേഷൻ പ്രകാരം കെ എന്തായി? അപ്പോൾ കെ ഈസ് ദ ഫ്ലോർ വാല്യൂ ഓഫ് എ ബൈ ബി. ഇത് തന്നെയാണ് നമുക്ക്
പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വി ഹാവ് പ്രൂവ്ഡ് ദ തിയറം, ഹെൻസ് ദ തിയറം ഈസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ തിയറം നമുക്ക് ഒരു കൗണ്ടിങ് ഫോർമുലയാണ് തരുന്നത്. എന്താണ് ആ കൗണ്ടിങ് ഫോർമുല? It gives the count of integers, positive integers, or the number of positive integers less than or equal to a given integer which are divisible by another integer b. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിട്ടുള്ള ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ട് എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? എ ബൈ ബി എന്ന് പറയുന്ന റിയൽ നമ്പർ കണ്ടുപിടിക്കുക, അതിൻ്റെ ഫ്ലോർ വാല്യൂ എത്രയാണോ അതായിരിക്കും ആ കൗണ്ട്. ഓക്കെ, നൗ ലെറ്റ്സ് ഡു സം പ്രോബ്ലംസ് ടു ഇല്ലസ്ട്രേറ്റ് ദിസ് തിയറം. See the problem. Find the number of integers less than or equal to 3176 and are divisible by 19. 3176 വരെയുള്ള ഇൻറ്റിജേഴ്സിൽ ഇവിടെ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ ആ കൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇൻഫിനിറ്റ് എന്ന് പറയാനേ നിർവാഹമുള്ളൂ. കാരണം നെഗറ്റീവ് ഇൻറ്റിജേഴ്സും കൂടെ ഉൾപ്പെടുന്നുണ്ടല്ലോ. 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് അണ്ടർസ്റ്റുഡാണ്, നമ്മൾ കൗണ്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വി അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ദ കൗണ്ട് ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, നമ്പർ തിയറി നമ്മൾ മെയിനായിട്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിലേക്കാണ് നോക്കുന്നത്, കാരണം നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നതിൻ്റെ റിഫ്ലക്ഷനാണ്. ഓക്കെ, സി ഇവിടെ 3176 വരെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൽ എത്ര എണ്ണം 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് എങ്ങനെ കാണാം? നേരിട്ട് തന്നെ ഫോർമുല വെച്ച് കാണാം. എന്ത് ചെയ്താൽ മതി? ഈ 3176നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റിയൽ നമ്പറിൻ്റെ ഫ്ലോർ വാല്യൂ എന്താണോ അതാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള കൗണ്ട് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് less than or equal to 3176 and are divisible by 19 is equal to floor of 3176 divided by 19 അല്ലേ? അപ്പോൾ ഇനി ഇത് കണ്ടാൽ മതിയല്ലോ. ഇത് കാണാൻ എന്താ ചെയ്യേണ്ടത്? 3176നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആ റിയൽ നമ്പറിൻ്റെ ഫ്ലോർ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. സോ ദിസ് ഇസ് ദാറ്റ് നമ്പർ 167 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് വരിക. ഇറ്റ്സ് എ മിക്സഡ് ഫ്രാക്ഷൻ 167 ആൻഡ് 3/19 കൂടെ ചേർന്നിട്ടുണ്ട്. 167 പ്ലസ് 3/19. സോ 3/19 എന്ന് പറയുന്ന 1നേക്കാളും ചെറിയ ഡെസിമൽ ഫ്രാക്ഷണൽ പാർട്ടാണ് 3/19 വരിക. അപ്പോൾ അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുന്നത് 167. സോ ദിസ് വിൽ ബി ദ ലാർജസ്റ്റ് ഇൻറ്റിജർ നോട്ട് എക്സീഡിങ് ദിസ് റിയൽ നമ്പർ. So the floor value is 167. Okay, so there are 167 positive integers up to 3176 that are divisible by 19. ഇനി ഇതിനൊരു സബ് പാർട്ടും കൂടെ ഉണ്ട് ഈ ക്വസ്റ്റിന്, വിച്ച് ആർ ഹൗ മെനി ആർ ദർ വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത എത്ര റിയൽ നമ്പേഴ്സ് ഉണ്ട്, അത് എങ്ങനെ കാണും? എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ട്, അതെങ്ങനെ കാണും? 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 167 ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡിഫറൻസ് ഓഫ് 3176 ആൻഡ് 167. Okay, the number of positive integers less than or equal to 3176 which are not divisible by 19 equal to 3176 minus 167. That number is 3009. Okay, അപ്പോൾ 3009 നമ്പേഴ്സ് 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ട്. ഏതുവരെ? 3176 വരെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൽ ഇത്രയും 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സാണ്. കാരണം 167 എണ്ണം 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ഓക്കെ, next question. Find the number of positive integers in the range 1976 through 3776 that are divisible by 13. ഇവിടെ നോക്കൂ, 1976 മുതൽ 3776 വരെയുള്ള ഇൻറ്റിജേഴ്സിൽ എത്ര എണ്ണം 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1976ഉം 3776ഉം ആണല്ലോ അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 3776 വരെയുള്ള കൗണ്ട് കാണുക, 1976 വരെയുള്ള കൗണ്ടും കാണുക, അവരുടെ ഡിഫറൻസ് എടുത്താൽ മതിയാകും അല്ലേ? സോ
ഇവരുടെ ഡിഫറൻസ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് ആദ്യം ഈ കൗണ്ട് കണ്ടുപിടിക്കാം. സോ ഫോർ ദ സൊല്യൂഷൻ the number of positive integers less than or equal to 3776 that are divisible by 13 by 13 is equal to floor value of 3776 by 13. Okay, ഇതിൻ്റെ ഫ്ലോർ വാല്യൂ ആണ്, നമുക്കത് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ ഇറ്റ് ഈസ് ദി നമ്പർ 290 and 6 by 13. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് വരിക, അഥവാ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ നോട്ട് എക്സീഡിങ് ദിസ് റിയൽ നമ്പർ ഈസ് 290. ഓക്കെ, ഫ്ലോർ വാല്യൂ. സോ നൊട്ടേഷൻ ഈ ബ്രാക്കറ്റ് അല്ല, സോറി, ഇവിടെ ഫ്ലോർ ബ്രാക്കറ്റ്. സോ ദിസ് ബ്രാക്കറ്റ് 290. അപ്പോൾ 3776 വരെയുള്ള കൗണ്ട് എന്ന് പറയുന്നത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് 290 ആണ്. സിമിലർലി വി മേ കൗണ്ട് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1976. okay, that are divisible by 13. എത്രയാണ് വരിക? ഇറ്റ് ഈസ് ദി ഫ്ലോർ വാല്യൂ ഓഫ് 1976 divided by 13. So the value is, ഇവിടെ കറക്റ്റായിട്ടൊരു ഇൻറ്റിജർ തന്നെ വരും, 152. സോ ദ ഫ്ലോർ വാല്യൂ ഓഫ് 152 is 152 itself. Okay, so what is the required number? Required number is that means the number of positive integers in the range 1976 through 3776 that are divisible by 13 is just the difference, 290 minus 152. Okay, therefore the required number of integers that means the number of positive integers between these two numbers which are divisible by 13 is equal to the difference of the two integers 290 and 152. 290 minus 152, that is equal to 138. Okay, so there are 138 positive integers in the range 1976 through 3776 that are divisible by 13. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് എക്സസൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3076 ആൻഡ് divisible by 17, divisible by 23, not divisible by 24, divisible by 10. Okay, divisible by 10. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് 3076 വരെയുള്ള ഇൻറ്റിജേഴ്സിൽ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്, 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ട്, 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണമാണ് മൂന്നാമത്തെ ചോദിച്ചിരിക്കുന്നത്. 10 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ട് എന്നുള്ള കൗണ്ടാണ് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് സെറ്റ് ഓഫ് പ്രോബ്ലംസ് നോക്കൂ. ഫൈൻഡ് എ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇൻ ദ റേഞ്ച് 1976 through 3776 that are divisible by 15. Number 2, divisible by 17. Number 3, not divisible by 13. Number 4, not divisible by 19. Not divisible by 13 എങ്ങനെ കാണും? 13 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് കണ്ടുപിടിച്ച് അത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അതിൽ നിന്ന് 1976നും 3776നും ഇടയ്ക്ക് എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ട് ആ എണ്ണത്തിൽ നിന്ന് ഇത് കുറച്ചാൽ മതിയാകും. യു വിൽ ഗെറ്റ് ദ എക്സാക്ട് കൗണ്ട്. ഓക്കെ, now the next set of problems is related with the mathematical induction. We have to establish the following facts using mathematical induction. Use mathematical induction to prove each of the following where n is a positive integer. First one, 4 power 2n plus 10n minus 1 is divisible by 25. 25 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഏതൊരു ഇൻറ്റിജറിനും എന്നിന് ഏത് പോസിറ്റീവ് ഇൻറ്റിജർ കൊടുത്തു കഴിഞ്ഞാലും ഇതിൽ നിന്ന് കിട്ടുന്ന നമ്പർ 25ന് മൾട്ടിപ്പിൾ ആയിരിക്കും. ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ n ഈക്വൽ ടു 1 ഇത് ട്രൂ ആണെന്ന് നോക്കുന്നു, n ഈക്വൽ ടു kക്ക് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് k പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇപ്പോൾ n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നോക്കൂ, ഇത് 4 സ്ക്വയർ ആവും. ആദ്യത്തെ സമ്മുണ്ട് 16 ആണ്, ഇത് 10 ആവും. ഇപ്പോൾ 16 പ്ലസ് 10 26 ആവും. 26 മൈനസ് 1 25 ആണ്. 25 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 25 ഓർ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 25. അപ്പോൾ n ഈക്വൽ ടു 1 ട്രൂ ആണ്.
ഓക്കെ, അതുപോലെ തന്നെ n = k അസ്യൂം ചെയ്ത് ഇനി n = k+1 ട്രൂ ആണെന്ന് കാണിച്ചാൽ മതി. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇത് മൂന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, താങ്ക് യു.